ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. പോസ്റ്റ് മൗര്യൻ പീരീഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ സാത്വാഹന ഏജിനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് ഏകദേശം സാത്വാഹനാസ് സെൻട്രൽ ഇന്ത്യ, മഹാരാഷ്ട്ര, കർണാടക റീജിയനാണ്. നമ്മൾ കുറച്ചും കൂടി സദേൺ ടിപ്പിലേക്ക് പോകണം. പെൻസിലാടെ ആ സദേൺ പാർട്ട്, അതായത് തമിഴ്നാട്, കേരള, കാവേരി ഡെൽറ്റ റീജിയൻ, ആ റീജിയനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം സ്റ്റോൺ ഏജ് പഠിച്ചു, പിന്നെ സിവിലൈസേഷൻ പഠിച്ചു, പിന്നീട് വേദിക് ഏജിലേക്ക് വന്നു, പോസ്റ്റ് വേദിക് ഏജ്, അതിനുശേഷം മൗര്യൻ കിങ്ഡംസ് ഒക്കെ വന്നു അല്ലേ. അപ്പം ഇതൊരു പാറ്റേൺ ആണ്. ഈ ഒരു ചേഞ്ചസ് ഒക്കെ നോർത്തേൺ റീജിയനിലാണ് ഉണ്ടായത്. പക്ഷേ സദേൺ റീജിയനിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു മാപ്പായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഒരു റൂറൽ കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. അവരെന്ത് ചെയ്യുന്നു, അയൺ ഇംപ്ലിമെൻറ്റ്സിനെ പറ്റിയുള്ള നോളജ് കിട്ടി, അവർ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരൊരു സ്റ്റേറ്റ് സിസ്റ്റം ഫോം ചെയ്തു. പിന്നീട് അതിനുള്ളിൽ ഒരു സോഷ്യൽ ക്ലാസ്സിൻ്റെ ഡെവലപ്മെൻറ്റായി. അങ്ങനെ അവർ ലിറ്ററേച്ചറും ഒക്കെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് വരുവാണ് അല്ലേ. പക്ഷേ ഈ ഫിനോമിനൊന്നും ആ ഒരു കാവേരി ഡെൽറ്റ റീജിയൻ അല്ലെങ്കിൽ ആ ഒരു പെനിൻസുലയുടെ ടിപ്പ് റീജിയനിൽ ഏകദേശം 2nd സെഞ്ച്വറി BC വരെ അനുഭവപ്പെട്ടിരുന്നില്ല. അതായത് അത്രയും കാലഘട്ടം വരെ അതൊരു ന്യൂക്ലിയർ സോണായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ മെഗാലിത്തിക് ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം ഇവർ ബിഗ് സ്റ്റോൺസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മെഗാലിത്തിക് ഏജ് എന്ന് വിളിക്കാം. അതാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്കവേഷൻസിലൂടെ കിട്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഹാബിറ്റേഷൻസ് മെയിനായിട്ട് അപ്ലാൻഡ് പോർഷനിലാണ് കാണപ്പെടുന്നത്. ഇവരെ നമുക്ക് മെഗാലിത്ത് ബിൽഡേഴ്സ് എന്ന് വിളിക്കാം. മെയിനായിട്ട് ഇവരുടെ ഒരു വലിയ രീതിയിലുള്ള ലൈഫ് സ്റ്റോറീസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഇവരുടെ ഗ്രേവ്സിൽ നിന്ന് നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവർ ഡെഡ് ബോഡീസൊക്കെ മറവ് ചെയ്തിരുന്നത് ബിഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ്. ഈ ഒരു ബിഗ് സ്റ്റോണിനെയാണ് നമ്മൾ മെഗാലിത്സ് എന്ന് വിളിക്കുന്നത്. ഗ്രേവ് നോക്കുകയാണെങ്കിൽ ഡെഡ് ബോഡിയുടെ സ്കെൽട്ടൻ്റെ കൂടെ നമുക്ക് പോട്രിയും അയൺ ഒബ്ജക്ട്സും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് വേൾഡിലേക്ക് പോകുമ്പം എന്താണ്, ഇതൊക്കെ അവർക്ക് ആവശ്യം വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവർ ഈ ഡെഡ് ബോഡിയുടെ കൂടെ പോട്രിയും അയൺ ഒബ്ജക്ട്സ് ഒക്കെ ബറി ചെയ്യാൻ തുടങ്ങിയത്. പോട്രി നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ആണ് കൂടുതലും കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് പോപ്പുലർ വണ്ണെന്ന് നമുക്ക് പറയാം. എക്സ്കവേഷൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആരോ ഹെഡ്സ്, സ്പിയർ ഹെഡ്സ്, ഹോബ്സ്, സിക്കിൾസ്, ഇതെല്ലാം അയൺ മെയ്ഡാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹണ്ടിങ്ങും ഫൈറ്റിങ്ങും ലാർജ് സ്കെയിലിൽ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. പിന്നീട് മെയിനായിട്ട് അവിടുത്തെ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രൈഡൻസിനെ ആയിരുന്നു അവർ വർഷിപ്പ് ചെയ്തത്. ട്രൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. ഇതൊക്കെ നമ്മൾ സ്റ്റോൺ ഏജ് ടൈമിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു മെഗാലിത്സ് മെയിനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിൻ്റെ ഈസ്റ്റേൺ പാർട്ടും തമിഴ്നാട് റീജിയനിലുമായിരുന്നു. അശോക ഇൻസ്ക്രിപ്ഷൻസ് നോക്കുവാണെങ്കിൽ 3 കിങ്ഡംസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു റീജിയനിൽ: ചോളാസ്, പാണ്ഡ്യാസ്, ചേരാസ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ ഇൻസ്ക്രിപ്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ ചോള, ചേര, പാണ്ഡ്യ റീജിയൻ എന്താണ്, മൗര്യൻ എംപയറിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ടെറിട്ടറി ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒരു മെഗാലിത്ത് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ്റെ പെക്യുലിയർ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ബറിയൽ സിസ്റ്റം നോക്കുവാണെങ്കിൽ 2 രീതിയിലുള്ള ബറിയൽ സിസ്റ്റമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏൺ ബറിയൽ സിസ്റ്റവും പിറ്റ് ബറിയൽ സിസ്റ്റവും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ പിറ്റ് ബറിയൽ സിസ്റ്റം മെയിനായിട്ട് കൃഷ്ണ ഗോദാവരി റീജിയനിലാണ് പ്രാക്ടീസ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡെഡ് ബോഡി എടുക്കുക, ഒരു കുഴി ഉണ്ടാക്കുക, എന്നിട്ട് മറവ് ചെയ്യുക, അതിന് ചുറ്റും മറവ് ചെയ്തതിന് ശേഷം സ്റ്റോൺ സർക്കിൾ കൊണ്ട് അതിൻ്റെ സറൗണ്ടിങ്സ് മൊത്തം കവർ ചെയ്യുക. ഇതാണ് പിറ്റ് ബറിയൽ എന്ന് പറയുന്നത്. ഏൺ ബറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതാഭസ്മം എന്നുള്ള കോൺസെപ്റ്റാണ്. ഒരു പോട്ടറിക്കുള്ളിൽ ഈ സ്കെൽറ്റൻസും കാര്യങ്ങളും ചിതാഭസ്മം എല്ലാം റെഡിയാക്കി ഒരു കുഴി ഉണ്ടാക്കി മറവ് ചെയ്യുന്നതാണ് ഏൺ ബറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മെയിനായിട്ട് റെഡ് പോട്ടറീസ് ആയിരുന്നു ചിതാഭസ്മം ഇടാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത്. ഇനി ഞാൻ പറഞ്ഞു അഗ്രികൾച്ചർ അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ലാൻഡ് യൂസേജ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എങ്കിലും പാഡി, റാഗി കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഇവർ പ്ലെയിൻ റീജിയനിലോട്ടൊന്നും സെറ്റിൽ ആയിരുന്നില്ല. ഹില്ലി റീജിയൻസിൽ തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയും ഒരു സോഷ്യൽ ചേഞ്ച് ഉറപ്പായിട്ടും വരണം അല്ലേ. ഞാൻ പറഞ്ഞു 2nd സെഞ്ച്വറി
BC വരെ ഇവർ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മൗര്യൻ പീരീഡ് പഠിക്കുമ്പം അശോകാസ് അദ്ദേഹം എന്താണ് ഒരുപാട് ഒഫീഷ്യൽസിനെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടിരുന്നു അല്ലേ. ശ്രീലങ്ക റീജിയൻ വരെ പോയിരുന്നു. എന്തായാലും സദേൺ ടിപ്പ് ടച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതുപോലെ ജൈനിസ്റ്റ് ആണെങ്കിലും അതുപോലെ ട്രേഡേഴ്സ്, പിന്നീട് കോൺകറേഴ്സ്, ഇവരെല്ലാം എന്ത് ചെയ്യും, ഈ സദേൺ ടിപ്പിൽ വരും. ഇവരുടെയൊക്കെ വരവ് അല്ലെങ്കിൽ നോർത്തേൺ പാർട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കോണ്ടാക്റ്റ് മൂലം ഇവിടെയും എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഏകദേശം ഒരു ക്രിസ്ത്യൻ ഇറയുടെ ബിഗിനിങ് ഒക്കെ ആയപ്പോഴേ ഇവർ അപ്ലാൻഡിൽ നിന്ന് ഫെർട്ടൈലായിട്ടുള്ള റിവർ ബെയിൻസിൻസിലേക്ക് എന്ത് ചെയ്തു, സെറ്റിൽ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, വെറ്റായിട്ടുള്ള പാഡി കൾട്ടിവേഷൻ പഠിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ന്യൂമറസ് വില്ലേജസ് വന്നു. അതിൽ നിന്ന് പിന്നീട് ടൗൺസായി, സോഷ്യൽ ക്ലാസ്സായി. ഇപ്പം നേരത്തെ പറഞ്ഞ ഞാൻ ആദ്യം തുടക്കമിട്ട ഫിനോമിനൻ ഏകദേശം ഒരു 1st സെഞ്ച്വറി AD ഒക്കെ ആയപ്പം ഒരു സൗത്ത് റീജിയനിൽ ഒരു സോഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പം ഈ റീജിയനിലുള്ള ഈ ഒരു 3 കിങ്ഡംസിനെ പറ്റിയാണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കിങ്ഡംസും ആ ഒരു കൃഷ്ണ റിവറിൻ്റെ സദേൺ റീജിയനിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ മെഗാസ്തനസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് ആദ്യം അദ്ദേഹം മെൻഷൻ ചെയ്തത് പാണ്ഡ്യാസിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കിങ്ഡം പാണ്ഡ്യാസാന്ന് തന്നെ പറയാം. അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 വയസ്സുള്ള ഒരു വിമൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടെറിട്ടറി ഭരിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ഇച്ചിരി എക്സാഗുറേറ്റഡ് ആണെങ്കിൽ കൂടി തന്നെയും നമുക്ക് മനസ്സിലാക്കാം പാണ്ഡ്യ സൊസൈറ്റി എന്ന് പറയുന്നത് മേട്രിയാർക്കിയൽ സൊസൈറ്റി ആണെന്ന്. സെക്കൻഡ്, ഈ ഒരു തമിഴ് അക്കാഡമിക്സിൻ്റെ ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പാണ്ഡ്യ റൂളേഴ്സിനെ സംഘം ലിറ്ററേച്ചറുമായിട്ടാണ് അവർ റെഫർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് തമ്മിൽ വലിയൊരു കണക്ഷൻസ് ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു ലിറ്ററേച്ചർ, സംഘം ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ വെൽത്താണ്, വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു റീജിയനാണെന്ന് മനസ്സിലാക്കാം. കാരണം പാണ്ഡ്യാസ് റോമൻ എംപയറുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ടെറിട്ടറി ഏകദേശം ഇന്ത്യൻ പെനിൻസുലയുടെ സൗത്ത് ഈസ്റ്റ് പാർട്ടിൽ വരും. അതായത് ഏകദേശം തിരുനെൽവേലി, രാംനാഥ്, മധുരയായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. ഇവരുടെ ആൾക്കാരെല്ലാം ബ്രാഹ്മണിസം ആയിരുന്നു കൂടുതൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേദിക് സാക്രിഫൈസസുകൾ കൂടുതലായിരുന്നു. ഇനിയൊരു നെക്സ്റ്റ് കിങ്ഡം നോക്കുകയാണെങ്കിൽ ചോള കിങ്ഡമാണ്. ആ ഒരു റീജിയൻ നമ്മൾ ചോളമണ്ഡലം അല്ലെങ്കിൽ കോറോമാൻഡൽ എന്ന് വിളിക്കാം. ഇതിൻ്റെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ പെന്നാറിനും വേലൂർ റിവറിൻ്റെ ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. അതായത് പാണ്ഡ്യാസിൻ്റെ റീജിയൻ സൗത്ത് ഈസ്റ്റ് അല്ലേ, അതിൻ്റെ നോർത്ത് ഈസ്റ്റ് പാർട്ടിൽ ആണ് ഈ ചോള കിങ്ഡം വരുന്നത്. പക്ഷേ ഇവരുടെ നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പാണ്ഡ്യാസിനെ പറ്റി വലിയ ഐഡിയാസൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ചോളാസിനെ പറ്റി നമുക്ക് വ്യക്തമായൊരു പൊളിറ്റിക്കൽ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉരയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ പ്ലേസ് കോട്ടൺ ട്രേഡിന് അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആയിരുന്നു. പിന്നീട് സ്റ്റോറീസൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 2nd സെഞ്ച്വറി BCയുടെ മിഡിൽ ടൈമിൽ ഭരിച്ചിരുന്ന ഒരു ചോള കിങ്ങാണ് എലാറ. അദ്ദേഹം ഏകദേശം 50 വർഷത്തോളം ശ്രീലങ്കയെ അടക്കി ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു ചോള കിങ്ങിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി കെർക്കാല എന്ന് പറയുന്ന കിങ്ങാണ്. അദ്ദേഹം ഏകദേശം 2nd സെഞ്ച്വറി AD to 100 AD കാലഘട്ടം വരെ ഈ ഒരു റീജിയൻ ഭരിച്ചിരുന്നു. അദ്ദേഹമാണ് പൂഹാർ എന്ന് പറയുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തത്. പൂഹാറിൻ്റെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ അത് കാവേരി പട്ടണമായിട്ട് ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ ചോള കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ കാവേരി പട്ടണമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനാണ് കാവേരി റിവറിന് ചുറ്റും ഏകദേശം 160 കിലോമീറ്റർ അതിര് കെട്ടിത്തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 12,000 സ്ലേവ്സിനെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസ്ട്രക്ഷൻ പോസിബിൾ ആക്കിയത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉരയൂർ എന്ന് പറഞ്ഞ പ്ലേസ് കോട്ടൺ കൊണ്ട് ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വെൽത്ത് എന്ന് പറയുന്നത് കോട്ടൺ തന്നെയായിരുന്നു. അവർ ട്രേഡിനും കൊമേഴ്സിനും നേവി യൂസ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഈ ഒരു കെർക്കാല എന്ന് പറഞ്ഞ കിങ്ങിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ ഒരു ചോള ടെറിട്ടറിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ക്യാപിറ്റലായ കാവേരി പട്ടണം തകർന്നു.
അപ്പോഴേക്കും ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പാണ്ഡ്യാസും ചേരാസും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിലേക്ക് അവരുടെ പവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും. അവരുടെ എക്സ്റ്റെൻഷൻ്റെ സമയത്ത് തന്നെയാണ് ഈ ഒരു ചോളാസിൻ്റെ കുറച്ച് റിമൈനിങ് പാർട്ട് നോർത്തിൽ നിന്ന് വന്ന പല്ലവാസും പിടിച്ചെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ചേര അല്ലെങ്കിൽ കേരള കൺട്രി എന്നാണ് പറയുന്നത്. ചേര അല്ലെങ്കിൽ കേരള കൺട്രി എന്നാണ് പറയുന്നത്. ഇത് പാണ്ഡ്യാസിൻ്റെ ഒരു നോർത്ത് വെസ്റ്റ് പാർട്ടിലായിട്ടാണ് ഈ ഒരു ടെറിട്ടറി വരുന്നത്. നെക്സ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞാൽ ചേര കിങ്ഡം ആണ്, അല്ലെങ്കിൽ കേരള കൺട്രി എന്ന് പറയും. അത് പാണ്ഡ്യാസിൻ്റെ ഒരു നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് ഈ ഒരു ടെറിട്ടറി വരുന്നത്. ഈ ടെറിട്ടറി നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് വിത്ത് റോമൻസ് ആണ്. കാരണം ഈ ഒരു റീജിയനിൽ നമുക്ക് റോമൻ എംബസിയിൽ നിന്ന് അയച്ചിട്ടുള്ള അഗസ്തസ് അദ്ദേഹത്തിൻ്റെ ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ റോമൻസിന് വേണ്ടി 2 റെജിമെൻറ്റ്സ് മുസൂറിയിലും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡാണ് ഇവരുടെ ഒരു വെൽത്തിൻ്റെ ആധാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കിങ് എന്ന് പറയുന്നത് സെങ്കുൽറ്റുവാൻ. അദ്ദേഹം റെഡ് ചേര എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റോറീസൊക്കെ പറയുന്നത് അദ്ദേഹം നോർത്ത് റീജിയൻ ഇൻവേഡ് ചെയ്ത് ഗംഗ റീജിയനൊക്കെ ക്രോസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പറയാം ഏകദേശം ഒരു 2nd സെഞ്ച്വറി AD ഒക്കെ ആയപ്പോൾ ചേര പവറും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഒരു 8th സെഞ്ച്വറി AD കാലഘട്ടത്തിൽ പിന്നീട് ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇവരുടെ ഡിക്ലൈൻ്റെ റീസൺ പറയുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു എക്കണോമിയും സോഷ്യൽ ക്ലാസ്സസുമാണ്. ഈ ഒരു റീജിയൻ മൊത്തത്തിൽ 3 കിങ്ഡംസിൻ്റെ റീജിയനിലെ എക്കണോമിയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫോറിൻ ട്രേഡും ഉണ്ടായിരുന്നു, ഇൻറ്റേർണൽ ട്രേഡും ഉണ്ടായിരുന്നു. അത് റോയൽ റവന്യൂവിന് വേണ്ടി തന്നെയുള്ളൊരു സോഴ്സ് തന്നെയായിരുന്നു. ഇവരുടെ ഒരു എക്കണോമിക്ക് മെയിനായിട്ട് ബൂസ്റ്റ് ചെയ്തത് മെർച്ചൻസ് തന്നെയായിരുന്നു. മെർച്ചൻസ് അവരുടെ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ട്രാൻസിറ്റ് ഡ്യൂട്ടീസ് കളക്ട് ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് ഈ ഭരണകൂടങ്ങളൊക്കെ ഇവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അതുപോലെ ഈ ഒരു സോൾജിയേഴ്സിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു, ആ റീജിയനിൽ സ്മഗ്ലിങ് കുറയ്ക്കാൻ വേണ്ടിയും അവർ യൂസ് ചെയ്തിരുന്നു. പിന്നീട് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം അഗ്രികൾച്ചർ തന്നെ ആയിരുന്നു. പക്ഷേ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ടാക്സായിട്ട് കളക്ട് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ടാക്സ് പിരിച്ചിരുന്നു. അത് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയിട്ടാണോ പിരിച്ചിരുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ലായിരുന്നു. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് മെയിനായിട്ട് പെപ്പർ, പാഡി, റാഗി, ഷുഗർ കെയിൻ, ഫ്രൂട്ട്, ടർമറിക് ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ പെപ്പർ എന്ന് പറയുന്നത് എന്താണ് വളരെ വെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു. അതുപോലെ ഇവർ എലിഫൻസിനെ വാറിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. പിന്നീട് ഈ ഒരു ഫോറിൻ ട്രേഡ് ഉണ്ടായതുകൊണ്ട് തന്നെ കടൽ മാർഗം വഴി പാണ്ഡ്യൻ കിങ്സൊക്കെ എന്ത് ചെയ്തു, കുതിരകളെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടുത്തെ ഒരു സോഷ്യൽ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടാക്സ് പിരിച്ചിരുന്നത് സോൾജിയേഴ്സിനെ അല്ലെങ്കിൽ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അവിടുത്തെ പോയറ്റ്സിനാണെങ്കിലും പ്രീസ്റ്റിനാണെങ്കിലും, എസ്പെഷ്യലി പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻസ് ആണ്, അവർക്ക് വേണ്ടിയും കൂടിയായിരുന്നു കിങ്ഡംസ് ടാക്സ് പിരിച്ചിരുന്നത്. സംഗം ഏജിൻ്റെ ടൈമിൽ തന്നെ ആയിരുന്നു ഈ ഒരു സദേൺ റീജിയനിൽ ബ്രാഹ്മിൻസ് സെറ്റിലാവാൻ തുടങ്ങിയത്. അതുപോലെ കേർക്കാല കിങ് അദ്ദേഹം പോയറ്റിന് ഏകദേശം 16 ലക്ഷം ഗോൾഡ് കോയിൻസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് സ്റ്റോറീസ് പറയുന്നത്. പോയറ്റ്സിന് ഈ ഒരു ഗോൾഡ് പീസസ് മാത്രമായിരുന്നില്ല കൊടുത്തിരുന്നത്. ക്യാഷായിട്ടും ലാൻഡായിട്ടും ഹോഴ്സ്, ചേരിയറ്റ്സ്, എലിഫൻസ് ആയിട്ടും അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഈ ഒരു ഇവിടുത്തെ ഒരു തമിഴ് ബ്രാഹ്മിൻസൊക്കെ മീറ്റും വൈനും ഒക്കെ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സോഷ്യൽ ഓർഡർ നോക്കുവാണെങ്കിൽ ഇവരുടെ സംഘം ടെക്സ്റ്റിലൊന്നും വൈശ്യാസിനെ പറ്റിയോ ക്ഷത്രിയാസിനെ പറ്റിയോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കറിയാം ആർമി ഉണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് ഓഫ് വാറിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി ഇവിടുത്തെ ഓരോ ഗ്രൂപ്പുകളെ പറ്റിയാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ പേരുകൾ വഴിയായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ഇപ്പം മിലിറ്ററി സിവിൽ ഓഫീസേഴ്സിനെയൊക്കെ അവർ വള്ളാലാസ് എന്നാണ് വിളിക്കുന്നത്. ഈ വള്ളാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് റിച്ച് പെസൻസ് എന്നാണ്. ഈ വള്ളാലാസ് എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് ആണല്ലോ. അപ്പോൾ അവിടെ മറ്റൊരു കാസ്റ്റ് സിസ്റ്റമായിട്ട് വരുന്നത് റൂളിംഗ് കാസ്റ്റുകളാണ്. അപ്പോൾ റൂളിംഗ് കാസ്റ്റുകളെ അവർ വിളിച്ചിരുന്നത് എരസാർ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു റൂളിംഗ് കാസ്റ്റും ഈ ഒരു റിച്ച് പെസൻസും തമ്മിൽ മാരേജ് റിലേഷൻ നടത്തും. അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു മിക്സ്ഡ് കാസ്റ്റിനെ നമ്മൾ ആ മിക്സ്ഡ് കാസ്റ്റാണ് അവിടുത്തെ
ആർമിയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതൊരു 4th കാസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആർമിയിലെ ക്യാപ്റ്റൻസിന് കൊടുക്കുന്ന ടൈറ്റിലിൻ്റെ പേരാണ് ഏനാഡി. അപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു വളാലാസും ഏലസാറും മാരേജ് റിലേഷൻ വഴിയാണ് ഉണ്ടാകുന്നതാണ് ഒരു 4th കാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ആണ്. ആ ഓപ്പറേഷൻസ് മെയിനായിട്ട് വിമൻസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ലോവസ്റ്റ് ക്ലാസ്സിലുള്ള വിമൻസ് ആയിരുന്നു. അവരെ വിളിക്കുന്ന പേര് കഡേസിയാർ എന്നാണ്. പിന്നീട് ആർട്ടിസൻസ് ഉണ്ട്. ആർട്ടിസൻസും ലോവർ ക്ലാസ് ഉള്ള ആൾക്കാരായിരുന്നു. അവരെ പുലയൻസ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ഈ ടേംസുകളെല്ലാം ഓർക്കുക. വളാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് പെസൻസ് ആണ്. അവർ മിലിറ്ററി സിവിൽ ഓഫീസേഴ്സാണ്. പിന്നെ റൂളിംഗ് കാസ്റ്റിനെ ഏരസാർ എന്ന് വിളിക്കും. ഇവർ തമ്മിൽ മാരേജ് റിലേഷൻ ഉണ്ട്. അതുവഴി വരുന്നത് ഒരു 4th കാസ്റ്റായിട്ട് മാറും. പിന്നെ ക്യാപ്റ്റൻ ഓഫ് ആർമിക്ക് കൊടുക്കുന്ന ടൈറ്റിലാണ് ഏനാഡി. അതുപോലെ അഗ്രികൾച്ചർ ഓപ്പറേഷനിലുള്ള വിമനിനെ വിളിക്കുന്ന പേര് കഡേസിയ. ലോവർ ക്ലാസ് ആർട്ടിസൻസിനെ വിളിക്കുന്നത് പുലൈൻസ്. ഇനി ഫോറസ്റ്റ് ട്രൈബുകളും ഒരു റീജിയനിലുണ്ടായിരുന്നു. അവരൊക്കെ ഔട്ട്കാസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രീം പുവേർട്ടി സഫർ ചെയ്തിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സോഷ്യൽ ഇനിക്വാളിറ്റീസ് അവിടെ ഉണ്ടെന്ന്. ഈ ഒരു സോഷ്യൽ ഇനിക്വാളിറ്റീസ് ഈ ഒരു പേര് വിളിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവിടുത്തെ വീടുകൾ നോക്കുവാണെങ്കിൽ റിച്ച് ഹൗസസ് ഒക്കെ ബ്രിക്കും മോട്ടറും വെച്ചിട്ടാണ്. പക്ഷേ പുവേഴ്സൊക്കെ താമസിച്ചിരുന്നത് ഹട്ട്സിലൊക്കെ ആയിരുന്നു. ആ സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്ക് സോഷ്യൽ ഇനിക്വാളിറ്റീസ് മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു മെർച്ചൻസ് ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ റിച്ച് ആയിട്ടുള്ള മെർച്ചൻസ് ഒക്കെ സിറ്റീസിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സോഷ്യൽ ഇനിക്വാളിറ്റീസ് പറ്റി പറയുമ്പം മിക്ക ഹിസ്റ്ററി നോക്കിയാലും റിച്വൽസും റിലീജിയൻസുമായിരുന്നു അവർ മെയിനായിട്ട് സോഷ്യൽ ഇനിക്വാളിറ്റീസിന് വേണ്ടി യൂസ് ചെയ്ത വെപ്പൻസ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ റിലീജിയനും റിച്വൽസും ഒന്നും അവർ സോഷ്യൽ ഇനിക്വാളിറ്റീസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ബ്രാഹ്മിൻസിനും റൂളിംഗ് കാസ്റ്റിനും വളരെ ഡോമിനൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ലിറ്ററേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. തമിഴ് ലാംഗ്വേജ് അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ എന്ന് പറയാം. ഈ സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ് പോയിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു അസംബ്ലിയാണ്. ഈ ഒരു റോയൽ ക്വാർട്ടറിൻ്റെ അണ്ടറിലാണ് ഈ ഓരോ പോയിറ്റ്സ് വരുന്നത്. അപ്പം എത്രത്തോളം എത്ര സംഘംസ് ഉണ്ടായിരുന്നു അതിൻ്റെ നമ്പറൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ തമിഴ് കമൻട്രീസ് പറയുന്നത് 8th century AD ഒരു മിഡിൽ കാലഘട്ടത്തിൽ 3 സംഘംസ് ഏകദേശം 9990 വർഷത്തോളം ലാസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ ഒരു സംഘത്തിൽ ഏകദേശം 8508 പോയിറ്റ്സും 197 പാണ്ഡ്യ കിങ്സും ഒക്കെ ഉള്ളൊരു വലിയ ഗ്രൂപ്പായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇവർക്ക് ഏകദേശം നമ്മളൊരു 75ൽ കൂടുതൽ ഷോർട്ട് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മി സ്ക്രിപ്റ്റിലായിരുന്നു കണ്ടിരുന്നത്. മധുരയിലെ നാച്ചുറൽ കേവ്സിലൊക്കെയാണ് നമ്മളിത് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏർലിയസ്റ്റ് ആയുള്ള സ്പെസിമെനിലൊക്കെ പ്രാകൃത് വേർഡ്സ് ഇവർ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു പീരീഡിൽ ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്രാഹ്മൺസിനാണ് ഡോമിനൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റും സൊസൈറ്റിയൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സൊസൈറ്റിയിൽ ബ്രാഹ്മൺസിനായിരുന്നു കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത്. അവിടുത്തെ രാജാവ് വേദിക് സാക്രിഫൈസസുകളായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. വേദാസിനെ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ജൈനിസം ആണെങ്കിൽ ബുദ്ധിസ്റ്റ് അവരോടൊക്കെ വളരെയധികം ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനങ്ങളുടെ ദൈവം ചീഫ് ഗോഡായിട്ട് വന്നത് മുരുകൻ തന്നെയായിരുന്നു. സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കും. അതുപോലെ ലോർഡ് വിഷ്ണുവിനെയും അവർ വർഷിപ്പ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെഗാലിത്തിക്കിലുള്ള ബറിയൽ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. ആ ബറിയൽ സിസ്റ്റം തന്നെയായിരുന്നു ഈ ഒരു ചേഞ്ചസ് സമയത്തും ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡെഡ് ബോഡിയുടെ കൂടെ ഈ പ്രാവശ്യം അവർ പാഡിയും കൂടി ഓഫർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ക്രെമേഷൻസും ഈ ഒരു കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ആവാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നെങ്കിൽ ഈ ഒരു 3 കിങ്ഡംസിൻ്റെ അധപ്പതനത്തിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ 3 കിങ്ഡംസും തമ്മിൽ എപ്പോഴും ഫൈറ്റായിരുന്നു. അവരുടെ ടെറിട്ടറി പിടിച്ചെടുക്കാൻ മാത്രമല്ല ശ്രീലങ്കയ്ക്ക് വേണ്ടിയും ഫൈറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു യുദ്ധം കൊണ്ട് തന്നെ ഇവരുടെ സ്റ്റേറ്റ് സ്വയം വീക്കൻ ആവാൻ തുടങ്ങി. പക്ഷേ എങ്കിലും ഈ 3 കിങ്ഡംസും വളരെ റിച്ച് തന്നെ ആയിരുന്നു. കാരണം നാച്ചുറൽ റിസോഴ്സസും ഫോറിൻ ട്രേഡും വളരെ ഹൈക്ക് ആയിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ ആ ഒരു കിങ്ഡംസ് വാഴുന്നിരുന്നത്. അതായത് ഇപ്പം ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്പൈസസ്, കാരണം എസ്പെഷ്യലി പെപ്പർ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വേൾഡിൽ വളരെ ഡിമാൻഡായിരുന്നു. അതുപോലെ എലിഫൻസിൻ്റെ ഐവറിയൊക്കെ ഇവർ അവിടെ എക്സ്പോർട്ട് ചെയ്തിരുന്നു.
പിന്നെ പെനിൻസുല എന്ന് പറയുമ്പോൾ 3 സൈഡും കടൽ കൊണ്ട് ചുറ്റും നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ സീ പേൾസും ഇവർ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ ഒരുപാട് പ്രഷ്യസ് സ്റ്റോൺസുകൾ മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന റീജിയനായിരുന്നു. അതുപോലെ ഇവർ മസ്ലിനും സിൽക്കുമായിരുന്നു മെയിൻ പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം കോട്ടൺ റിച്ച് ആയിട്ടുള്ള റീജിയനായിരുന്നു. അതുകൊണ്ട് തന്നെ വീവിങ് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തുകൾ ഈ ഒരു റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ ഒരു മസ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാമ്പിൻ്റെ സ്കിന്ന് പോലെ അത്രയും തിന്നായിട്ടുള്ള കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ ഇത് വളരെ ഡിമാൻഡായിരുന്നു വെസ്റ്റേൺ വേൾഡിൽ. അതുകൊണ്ട് പക്ഷേ വാർസ് ഉണ്ടെങ്കിലും ഇവർ ഒരുവിധമൊക്കെ എന്ത് ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. കാരണം ഇവരുടെ ട്രേഡ് അവരെ അത്രത്തോളം ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ഏർലി ടൈമിലും ഈ ഒരു റീജിയൻസിന് ഹെല്ലനിസ്റ്റിക് കിങ്ഡമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഗ്രീക്കുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഏർലി ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മെയിനായിട്ട് നമുക്കതിൻ്റെ പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് ലാംഗ്വേജിൽ നിന്നിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഗ്രീക്ക് ലാംഗ്വേജിൽ കാണാൻ പറ്റും. അതായത് റൈസ്, ജിഞ്ചർ, സിനമൻ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹെല്ലനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലുള്ള കിങ്ഡമാണ്. പക്ഷേ ഈ ഒരു ഈജിപ്തിനെ പിന്നീട് റോമൻ പ്രൊവിൻസായിട്ട് മാറി, റോമൻ പിടിച്ചെടുത്തു. അതിനുശേഷമാണ് ഇവർ റോമനുമായിട്ട് ട്രേഡ് ആവുന്നത്. പക്ഷേ ഓൾറെഡി തന്നെ മുമ്പേ ഈജിപ്തുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കിങ്ഡംസ് തമ്മിലുള്ള ഫൈറ്റ് മാത്രമായിരുന്നില്ല ഇവരുടെ ഡിക്ലൈനിന് കാരണമായത്. ഇപ്പം ഏകദേശം 1st സെഞ്ച്വറി AD ഒക്കെ ആയപ്പോൾ റോമൻ പ്രൊവിൻസ് മൺസൂൺ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങി. അപ്പം അവരുടെ ട്രേഡ് വളരെ സ്മൂത്ത് ആക്കാൻ തുടങ്ങി. മറ്റ് റീജിയനും പുതിയ റൂട്ടുകളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അതുമാത്രമല്ല പെപ്പറിന് വേണ്ടിയാണെങ്കിലും ഐവറിക്ക് വേണ്ടിയാണെങ്കിലും ഒരുപാട് എക്സ്പെൻസ് റോമൻ പ്രൊവിൻസിന് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ട്രേഡ് ലിങ്ക് ബാൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ട്രേഡ് പോയി കഴിഞ്ഞാൽ എന്താണ്, അവരുടെ വെൽത്തിനെ വളരെയധികം ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു റീജിയനിൽ ഈ 3 കിങ്ഡംസും എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ പോസ്റ്റ് മൗര്യൻ പീരീഡിൻ്റെ ഒരു ഫുള്ളി എന്താണ് അവരുടെ ക്രാഫ്റ്റ്, ട്രേഡ്, ടൗണിനെ പറ്റിയൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സെക്ഷനോട് കൂടി പോസ്റ്റ് മൗര്യൻ പീരീഡ് എൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഗുപ്ത പീരീഡിലേക്കാണ് പോകുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.